ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ദീപാവലി സ്പെഷ്യലായിട്ടുള്ള ഒരു കോക്കനട്ട് ബർഫിയാണ്. ഇതുപോലെയാണ് ഇരിക്കുന്നത്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഫ്രണ്ട്സ്, എൻ്റെ പേര് രഞ്ജിഷ മുരളി. എല്ലാവർക്കും സിമീസ് നാടൻ കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനായിട്ട് കുറച്ച് തേങ്ങ ഇതൊന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. പൊടിച്ച് കഴിയുമ്പോൾ 2 കപ്പാണ് വേണ്ടത്. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ തേങ്ങ ഉണ്ടെങ്കിൽ അതാണെങ്കിലും മതി. നമ്മൾ പൊട്ടിക്കുമ്പോൾ ചിരട്ടയുടെ ഉള്ളിൽ നിന്ന് പൊളിഞ്ഞു വരുന്ന തേങ്ങ ഉണ്ടല്ലോ, കൊപ്രാണക്കത്ത, അതാണെങ്കിൽ അതായാലും മതി. ഇതിൻ്റെ തൊലി ചെത്തിയിട്ട് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താൽ മതി. അതല്ലെങ്കിൽ ഡെസിക്കേറ്റഡ് കോക്കനട്ട് യൂസ് ചെയ്താലും മതി. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് വേണ്ടത് 2 കപ്പ് തേങ്ങയാണ് വേണ്ടത്. ആ പൊളിഞ്ഞു വന്ന തേങ്ങ ഞാൻ ഇതുപോലെ തൊലിയെല്ലാം കളഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അത് മിക്സിയിലിട്ട് പൊടിക്കാൻ പോവാം. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ഇങ്ങനെ മുറിച്ചിടാൻ അതിൻ്റെത്തേക്ക്. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പൗഡർ പോലെ കിട്ടും. ഇതുപോലെയാണ് പൊടിച്ചെടുക്കേണ്ടത്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് കണക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് വറുത്തെടുക്കണം. ഇതിനായിട്ട് ഒരു കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മളിത് ഒരുപാട് നേരം വറുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി. പച്ചത്തേങ്ങ ആയതുകൊണ്ടാണ് ഇത് കുറച്ച് സമയം വറുത്തിട്ട് ആ ഒരു ഉണക്കത്തേങ്ങയുടെ ഒരു ടെക്സ്ചർ ആക്കി എടുക്കുന്നത്. ഇപ്പോൾ ഈ തേങ്ങ മൂത്തു, ഇതിങ്ങനെ ഉലർന്നു വന്നിട്ടുണ്ട്. നേരത്തെ ഒരു പച്ചത്തേങ്ങ ആയതുകൊണ്ട് നമ്മൾ പൊടിച്ചപ്പോഴത്തേക്ക് ഒരു കട്ട കണക്കായിരുന്നു ഇരുന്നത്. ഇതുപോലെ ഇങ്ങനെ വിട്ട് വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ഇടാം. ഇതിലേക്ക് ഞാൻ 3/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഒരു നുള്ളുപ്പ്. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ചെറിയ തീയിലിട്ടിട്ട് വേണം കേട്ടോ ഇന്നിങ്ങനെ ഇളക്കാനായിട്ട്. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. പഞ്ചസാര പൊടിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് അലിഞ്ഞു വരും. ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇനി ഇതിലെ ആ പഞ്ചസാര നന്നായിട്ടൊന്ന് അലിഞ്ഞ് ഈ തേങ്ങയായിട്ടൊന്ന് യോജിച്ച് വരണം. തേങ്ങ ആയപ്പോൾ തന്നെ നല്ല മണം വരുന്നുണ്ട്. ഇതൊരു 10 മിനിറ്റോളമായി ഇതുപോലെ ഇങ്ങനെ ഇളക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൽ ഇങ്ങനെ വിട്ട് തുടങ്ങി. ഇതിൻ്റെ അകത്ത് ചേർത്തേക്കണ പഞ്ചസാരയൊക്കെ നന്നായിട്ട് അലിഞ്ഞു. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഇതിങ്ങനെ ഇളക്കുമ്പോൾ പാത്രത്തിൽ ഒട്ടും പിടിക്കാൻ പാടില്ല. അതായത് ഇതുപോലെ ഇങ്ങനെ ഇളക്കി വരണം. അപ്പോഴാണ് ഇത് കറക്റ്റ് ആവുന്നത്. ഇനി ഇത് സെറ്റ് ചെയ്യാം. ഇത് സെറ്റ് ചെയ്യുന്നത് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിലാണ്. ആ പാത്രത്തിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഇട്ട് കൊടുക്കാം. നെയ്യ് എല്ലായിടത്തും ഒന്ന് പറ്റിക്കാം. ഇതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതിങ്ങനെ എല്ലായിടത്തും ഒരുപോലെ ഒന്നാക്കി കൊടുക്കാം. വെച്ചിട്ട് ഇതിങ്ങനെ ഇട്ടിട്ട് നല്ല പ്രസ് ചെയ്യണം ഇതുപോലെ. ഇപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് ഫ്ലേവർ ഒന്നും ചേർത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്കയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഫ്ലേവർ തന്നെ മാറിപ്പോവും. നമ്മൾ കോക്കനട്ട് ബർഫി അല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു തേങ്ങയുടെ ടേസ്റ്റ്, തേങ്ങയുടെ മണം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ വേണം, ഒന്നും ചേർക്കണ്ട. കുറച്ച് ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ഇത് നമുക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ചെറുതായിട്ട് നാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് വെക്കാം. നന്നായിട്ട് ആറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് മുറിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മുറിക്കാൻ നേരത്ത് ഈ കത്തിയുടെ അറ്റത്ത് കുറച്ച് നെയ്യൊന്ന് പരട്ടി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മുറിക്കാം. ഇതിപ്പോൾ നീളത്തിലോ ഡയമണ്ട് ഷേപ്പിലോ എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇനി ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് ആറണം. എന്നാൽ മാത്രമേ ഇത് നമുക്ക് പൊട്ടാതെ കിട്ടത്തുള്ളൂ. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡീമോൾഡ് ചെയ്യാം. പാത്രം ഇതിൻ്റെ മുകളിലോട്ട് വെച്ചിട്ട് ഡീമോൾഡ് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ നമ്മൾ ആദ്യം മുറിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇത് നമുക്കിനി വിടിയിച്ചെടുക്കാൻ എളുപ്പമാണ്.
അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്